വേടൻ എന്ന തൂലികാനാമത്തിൽ ജഗൽ പ്രസിദ്ധനായ ഹിരൺദാസ് മുരളി എന്ന ഗായകന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാണാതായിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടുകിട്ടുന്നവർ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലോ അറിയിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും എവിടെയെങ്കിലും വച്ച് ഈ വേടനെ കണ്ടെത്തുകയാണെങ്കിൽ ഉടനെ തന്നെ CPMൻ്റെ ഓഫീസിലോ അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അതുമല്ലെങ്കിൽ കോഴിക്കോട്ട് നമ്മുടെ മൗദൂദി ചാനലിൻ്റെ ഓഫീസിലോ അറിയിക്കണം എന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ്. കീഴാളപക്ഷത്തിൻ്റെ കരുത്തുറ്റ ശബ്ദമാണ് വേടൻ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി മലയാള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഒരു നീക്കം നടത്തിയതാണ്. അത് ചില തൽപര കക്ഷികളുടെ കുത്തിത്തിരിപ്പ് കാരണം നടന്നിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇനി നാളെയോ മറ്റന്നാളോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലോ ഇനി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി പേര് മാറ്റിയ കേരള സർവകലാശാലയിലോ പോലും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി വന്നാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇദ്ദേഹം ഒരു നവോത്ഥാന നായകനാണ്, പണ്ഡിതനാണ്, ചിന്തകനാണ്, ഗായകനാണ്, കലാകാരനാണ്. അദ്ദേഹത്തെ പോലെയുള്ള യോഗ്യന്മാർ ഇനിയും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരണം എന്നാവശ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ബിന്ദു ഉണ്ട്, മുൻ ആരോഗ്യ മന്ത്രിണി KK ശൈലജയുണ്ട്, പിന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശിവൻകുട്ടിയുണ്ട്, കോൺഗ്രസിലെ പുരോഗമനകാരികളിൽ ഏറ്റവും ഉഗ്രനായ VT ബൽറാമുണ്ട്, പിന്നെ മൗദൂദി ചാനലിൽ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആളുകളുണ്ട്, ദാവൂദ് സാഹിബുണ്ട്. ഇവരൊക്കെ കണ്ണിലുണ്ണിയാണ് വേടൻ. അദ്ദേഹത്തിനെതിരെ ഒരു വനിതാ ഡോക്ടർ പീഡനാരോപണവുമായിട്ട് മുന്നോട്ട് വന്നു. നമ്മളാരും വിശ്വസിച്ചില്ല. മാത്രമല്ല ഇതിൻ്റെ പുറകിൽ ഏതെങ്കിലും സവർണ ഫാസിസ്റ്റ് ഗൂഢാലോചന ഉണ്ടാവും എന്നാണ് കരുതിയത്. ഞാൻ സത്യമായിട്ട് വിചാരിച്ചത് ഈ പരാതിക്കാരി ഒന്നുകിൽ ഒരു നായർ അല്ലെങ്കിൽ നമ്പൂതിരി, അതുമല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനി എങ്കിലും ആയിരിക്കുന്നതാണ്. പക്ഷെ അല്ല, അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പരാതിക്കാരിയും ആ പട്ടിക വിഭാഗത്തിൽപ്പെട്ടതാണ്. എന്ന് വെച്ചിട്ട് കാര്യമില്ല. ദളിതരിൽ തന്നെ കുലംകുത്തികളിലും ദളിതരുമുണ്ട്. അതിലുപരി ഈ സവർണ ഫാസിസ്റ്റ് മൂരാച്ചികളുടെ മൂടുതാങ്ങികളായിട്ടുള്ള ഏതാനും ചില ദളിത് സമുദായ അംഗങ്ങളെങ്കിലും ഉണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും പരാതിക്കാരി എന്ന് ഞാൻ വിചാരിക്കും. പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക മാത്രമല്ല, ഇത് നമ്മുടെ അനിൽ ഇമ്മാനുവലിൻ്റെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകി. അഭിമുഖം എന്ന് പറയാൻ പറ്റില്ല. അനിൽ ഇമ്മാനുവലിന് മുഖം തിരിഞ്ഞിരിക്കുന്നു. യുവതിയുടെ പുറകു ഭാഗമാണ്, മുടിയുടെ ഭാഗമാണ് കാണാം. മുഖം കാണാൻ പറ്റുന്നില്ല. മുഖം കാണാൻ നമുക്ക് ആർക്കും താല്പര്യം ഉണ്ടായിട്ടില്ല. ഞാനതിൻ്റെ ഒരു രീതി പറഞ്ഞു. അവർ വളരെ കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് ഈ വേടനെതിരായിട്ട് ഉന്നയിക്കുന്നത്. ഇയാൾ വളരെ കൊള്ളതാത്തവനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്, മദ്യം ഉപയോഗിക്കുന്നവനാണ്, ശാരീരികമായിട്ട് ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്ന ആളാണ്, കൊള്ളതാത്തവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം എന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർക്കാനുള്ള വലിയൊരു ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള പോലീസിന് ഈ പരാതി കിട്ടിയപ്പോൾ തന്നെ അത് പിച്ചിക്കീറി ചവറ്റുകൊട്ടയിലിട്ടാൽ മതിയായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. അതിൻ്റെ പുറത്ത് അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വേടനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം കഞ്ചാവ് വലിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ ഒരു കേസ് വന്നു. പിന്നെയും പുള്ളിക്കെതിരെ പല കേസുകളും ഫോറസ്റ്റുകാരും പോലീസുകാരും ഒക്കെ എടുത്തു. കാര്യം പിണറായി വിജയനാണ് പോലീസ് മന്ത്രി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സവർണ സമുദായക്കാരനായ P ശശിയാണ് പോലീസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഇതുപോലത്തെ കൊള്ളരായ്മകൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും വേടൻ മുങ്ങിയതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലീസ് പറയും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് വേടനെ ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ ആശങ്ക. കാരണം പുള്ളിയെപ്പോലെ ഒരാൾ ഉയർന്നു വരുന്നതിൽ അസൂയുള്ള ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. സത്യത്തിൽ വേടൻ നന്നായിട്ട് പാടാൻ തുടങ്ങിയപ്പോൾ യേശുദാസ് പോലും ചകിതനായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം യേശുദാസിന് ഇനി പാട്ട് പാടി ജീവിക്കാൻ പറ്റില്ല. ആളുകൾ യേശുദാസിൻ്റെ അല്ലെങ്കിൽ മരിക്കുപോയി ജയേന്ദ്രൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മാനന്ദൻ്റെ പാട്ടുകളേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ വേടൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു, താല്പര്യപ്പെടുന്നു. അങ്ങനെ വേടൻ ഉയർന്നു വരുന്നതിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്, അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്, ഈർഷ്യമുണ്ട്. ഇങ്ങനെയുള്ള സിൻഡിക്കേറ്റ് കക്ഷികൾ എല്ലാം കൂടി ചേർന്ന് ഈ ചെറുപ്പക്കാരൻ്റെ ഭാവി തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ അദ്ദേഹത്തെ ഒളിവിൽ പറപ്പിച്ചാണോ, ഇനി പുള്ളി തന്നെ ഇവരെ പേടിച്ച് ഒളിവിൽ പോയതാണോ എന്നറിയില്ല. ഏതായാലും വേടൻ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കാരാഗൃഹത്തെ പേടിച്ച്, പോലീസിൻ്റെ അറസ്റ്റിനെ പേടിച്ച് ഒളിവിൽ പോകുന്ന ആളാണ് വേടൻ എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അദ്ദേഹം തീർച്ചയായിട്ടും പോലീസിനെ അഭിമുഖീകരിക്കും, കോടതിയെ അഭിമുഖീകരിക്കും. ഇനി ജനകീയ ബൂർഷ്വ കോടതി ശിക്ഷിച്ചാലും
ജനകീയ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കും. ഇപ്പം തന്നെ ഈ സൈബർ ഗുണ്ടകളൊക്കെ വളരെ ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഏതായാലും വേടനെ കണ്ടിടുന്നവർ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ CPM-ൻ്റെ ഓഫീസിൽ, അതുമല്ലെങ്കിൽ കോഴിക്കോട്ട് ഈ മീഡിയ വൺ ചാനലിൻ്റെ ഓഫീസിൽ അറിയിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.